ഹായ്, നിങ്ങളുടെ എല്ലാ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് എൻട്രി ഒരു സെക്രട്ടറി അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് ഒരു സ്കോളർഷിപ്പ് എക്സാം നടത്തുകയാണ്. മുമ്പ് നമ്മൾ എക്സാം നടത്തിയപ്പോൾ ഒരു മോഡൽ എക്സാം എന്നുള്ള പോലെ നടത്തിയതുകൊണ്ട് ഓൾറെഡി പഠിച്ച് നല്ല ലെവലിലുള്ള ആളുകൾക്ക് മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളൊരു പോരായ്മ ഉണ്ടായിരുന്നു. പല ഉദ്യോഗാർത്ഥികളും അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ പരിഹരിക്കുന്ന രീതിയിൽ ഒരു 5 ടോപ്പിക്ക് നിങ്ങൾക്ക് തന്നിട്ട് ആ ടോപ്പിക്ക് നിങ്ങൾ പഠിച്ച് തീർത്ത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു 50 മാർക്കിൻ്റെ എക്സാമാണ് ഉണ്ടാവുക. അതുകൊണ്ട് എല്ലാവർക്കും ഗുണകരമാവുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാം നടക്കാൻ പോകുന്നത് ഡിസംബർ 8-ാം തീയതിയാണ്. ഡിസംബർ 8-ാം തീയതി 2 മണി മുതൽ 11 മണി വരെയുള്ള ടൈമിൽ നിങ്ങൾക്ക് ഇത് അറ്റൻഡ് ചെയ്യാം. ഒരാൾക്ക് ഒരു തവണ മാത്രമാണ് ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. 50 മാർക്കിൻ്റെ എക്സാം ആയിരിക്കും. 50 മാർക്കിനായിരിക്കും ഈ ഒരു എക്സാമിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അത് 5 ടോപ്പിക്കിലായിരിക്കും. ആ ടോപ്പിക്ക് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഇതിലെന്താണ് നിങ്ങൾക്ക് ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ ആദ്യത്തെ 3 റാങ്കുകൾ 1, 2, 3 റാങ്കുകൾ നേടുന്ന ആളുകൾക്ക് എൻട്രിയുടെ 10-ാം തീയതി ആരംഭിക്കുന്ന ഡിസംബർ 10-ാം തീയതി ആരംഭിക്കുന്ന എൻട്രിയുടെ ഒരു സ്പെഷ്യൽ ഗോൾഡ് ബാച്ച് ഉണ്ട്. സെക്രട്ടറി അസിസ്റ്റന്റിന് ഒരു ഗോൾഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു സെക്രട്ടറി അസിസ്റ്റന്റ് ഗോൾഡ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡ്മിഷൻ എടുക്കാൻ പറ്റും. സൗജന്യമായിട്ട് അഡ്മിഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ദെൻ 4 മുതൽ 100 വരെയുള്ള റാങ്കുകാർക്കാണെങ്കിൽ ഡിസ്കൗണ്ട് പ്രൈസിൽ, നല്ല ഡിസ്കൗണ്ട് പ്രൈസിൽ ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ആനുകൂല്യം കൂടെ നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടും. അപ്പോൾ നിങ്ങളുടെ കഴിവ് എത്രത്തോളം ഉണ്ട്, ഈ ഒരു ടോപ്പിക്കുകൾ പഠിച്ചിട്ട് എത്രത്തോളം നിങ്ങൾക്ക് കഴിവുണ്ട് എന്നുള്ള പരിശോധിക്കാനും, അതിലുപരി ഇവിടെ ഒരു മത്സരത്തിലൂടെ നിങ്ങൾക്കൊരു സൗജന്യമായിട്ട് പഠിക്കാനുള്ള അല്ലെങ്കിൽ ഡിസ്കൗണ്ട് പ്രൈസിൽ പഠിക്കാനുള്ള ഒരു അവസരം കൂടെ ലഭിക്കുകയാണ്. ഓക്കെ, അപ്പം എക്സാമിന് ഉണ്ടാകുന്ന ടോപ്പിക്കുകൾ ഈ 5 ടോപ്പിക്കുകളാണ്. ഒന്ന് 1857, അതായത് ഇന്ത്യയുടെ 1-ാം സ്വാതന്ത്ര്യ സമരം എന്നുള്ള ആ ഒരു ടോപ്പിക്കാണ്. 1857-ലെ ശിപ്പായി ലഹള എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആ ഒരു സമരം. ദെൻ ഭൂമിയുടെ ഘടന ജോഗ്രഫിയിലുള്ള ഒരു ടോപ്പിക്കാണ്. പൊതുഭൂമി ശാസ്ത്രത്തിലുള്ള ഒരു ടോപ്പിക്കാണ്. ദെൻ പ്ലാനിംഗ് കമ്മീഷനും നീതി ആയോഗവും, പഞ്ചവത്സര പദ്ധതികളില്ല, പ്ലാനിംഗ് കമ്മീഷനും നീതി ആയോഗം എന്നുള്ള ഒരു ടോപ്പിക്കാണ്. പിന്നെ ഭരണഘടനാ നിർമ്മാണ സമിതി, പിന്നെ ഐക്യ കേരള പ്രസ്ഥാനം. ഈ 5 ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുക. അപ്പോൾ ഈ 5 ടോപ്പിക്കുകൾ പഠിക്കാൻ തരും. അതുമായി ബന്ധപ്പെട്ടുള്ള 50 മാർക്കിൻ്റെ എക്സാമാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയുടെ കൂടെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടും. ഇനിയുള്ള ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് നോട്ട്സ് തരും. ആ നോട്ട്സ് ഉപയോഗിച്ച് നിങ്ങൾ പഠിക്കുന്നു, ഈ പരീക്ഷ ഈ സമയത്ത് അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ നോട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോയുടെ കൂടെയുള്ള ലിങ്കിലൂടെ ജോയിൻ ചെയ്യുക. അതല്ല എങ്കിൽ എൻട്രി കേരള PSC എന്നുള്ള ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ റാങ്ക് മേക്കർ PSC ടിപ്സ് എന്നുള്ള ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. റാങ്ക് മേക്കർ PSC ടിപ്സ് അല്ലെങ്കിൽ എൻട്രി കേരള PSC എന്നുള്ള ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ ആ ടെലഗ്രാമിൽ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സ് നമ്മൾ ഷെയർ ചെയ്ത് തരുന്നതാണ്. അത് നന്നായിട്ട് പഠിച്ചിട്ട് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ നേരെയാണ്. ഓൾ ദ ബെസ്റ്റ്.